Cultural Revolution in China. The People's Republic of China was proclaimed in 1949. അപ്പോൾ People's Republic of China നിലവിൽ വന്നത് 1949-ലാണ്. The Chinese Communist leader Mao declared Cultural Revolution in 1966. അന്നത്തെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു ആര്? മാവോ സെതു. അദ്ദേഹം കൊണ്ടുവന്ന റവല്യൂഷനാണ് എന്ന് പറയുന്നത് കൾച്ചറൽ റവല്യൂഷൻ എന്ന് പറയുന്നത്, വിച്ച് വാസ് ഹെൽഡ് ഇൻ 1966. 1966-ലാണ് എന്ത് ചെയ്ത് നടപ്പിലാക്കിയത്. സോ ആഫ്റ്റർ ദ റവല്യൂഷൻ ഓഫ് 1949 ചൈന വിറ്റ്നസ്ഡ് 3 മാസ് മൂവ്മെൻറ്റ്. ഇപ്പോൾ 1949-ലെ ചൈനീസ് റവല്യൂഷന് ശേഷം 3 ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഇവിടെ ഉണ്ടായത്, ചൈനയിലുണ്ടായത്. അതിൽ ഒന്നാമത്തത് 100 ഫ്ലവേഴ്സ്, 1000 പൂക്കൾ എന്ന് പറയുന്ന ഒരെണ്ണം. അത് 1957-ലായിരുന്നു. അതിനുശേഷം ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് പറഞ്ഞ് 58 മുതൽ 60 വരെ നീണ്ടുനിൽക്കുന്നൊരു മാസ് മൂവ്മെൻറ്റ് നടത്തി. മൂന്നാമത്തെ മാസ് മൂവ്മെൻറ്റാണ് 1969 നടന്ന ഏതാണ്? കൾച്ചറൽ റവല്യൂഷൻ. The Cultural Revolution aimed at abolishing all anti-Maoist elements from the party and the government. ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് എന്താണ്? പാർട്ടിയിലും ഗവൺമെൻറ്റിലുമുള്ള എല്ലാ മാവോ വിരുദ്ധ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. അതായിരുന്നു കൾച്ചറൽ റവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയപ്പെടുന്നത്. So it also sought to achieve the defeat of revisionist elements who wanted to adopt liberal and pragmatic line in the implementation of socialist program. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് അച്ചീവ് ദ ഡിഫീറ്റ് ഓഫ് റിവിഷനിസ്റ്റ് എലമെൻറ്റ്സ്. അതായത് ഇവിടുത്തെ എന്താ റിവിഷനിസ്റ്റ് എലമെൻറ്റുകളെ എന്ത് ചെയ്യുക? പരാജയപ്പെടുത്തുക. വെച്ചാൽ മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവരെ എന്ത് ചെയ്യുക? പരാജയപ്പെടുത്തുക. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ചൈനയുടെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൽ അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യലിസ്റ്റ് പ്രോഗ്രാംസിനകത്ത് എന്ത് ചെയ്യുക? ലിബറൽ പ്രാഗ്മാറ്റിക് ലൈൻ അഡോപ്റ്റ് ചെയ്യാൻ ഉണ്ടായി ശ്രമിച്ചു. ഈ റിവിഷനിസ്റ്റുകൾ എന്ത് ചെയ്തു? ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ അവരെ ഇല്ലാതാക്കാനും കൂടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ കൾച്ചർ റവല്യൂഷൻ കൊണ്ട്. അപ്പോൾ 2 ഇമ്പോർട്ടൻ്റ് എയിമായിരുന്നു 1966-ലെ കൾച്ചർ റവല്യൂഷന്. ഒന്നാമത്തത് മാവോയ്ക്കെതിരായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടുമുണ്ടായ എല്ലാ എലമെൻസുകളെയും എന്ത് ചെയ്യുക? ഇല്ലാതാക്കുക. അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ സോഷ്യൽ പ്രോഗ്രാംസിനകത്ത്, സാമൂഹ്യപരമായ പദ്ധതികളിൽ സോഷ്യലിസ്റ്റ് പ്രോഗ്രാംസിനകത്ത് ലിബറൽ പ്രാഗ്മാറ്റിക് ലൈൻ അഡോപ്റ്റ് ചെയ്യുന്ന റിവിഷനിസ്റ്റുകളെ എന്ത് ചെയ്യാൻ? ഡിഫീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൾച്ചറൽ റവല്യൂഷൻ ചൈനയിൽ എന്ത് ചെയ്തത്? കൊണ്ട് വന്നത്.